5 തരം വായുവിൻ്റെ കൺട്രോളിങ് പോയിന്റ് വിരലിലാണ് നിൽക്കുന്നത്. നിങ്ങൾ പുരാണത്തിലും ക്രൈസ്റ്റിനെടുത്താലും മറ്റുള്ള ആൾക്കാരെടുത്താലൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കണതാണ്. അപ്പോൾ ഈ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ ഈ ചൂണ്ടുവിരലും തള്ളവിരലിൻ്റെയും തുമ്പ് കൂട്ടിമുട്ടുമ്പോൾ ഒരു വായുവിൻ്റെ പ്രവാഹം വ്യാനനാണോ പ്രാണനാണോ അപാനനാണോ നടക്കണമെന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അറിയും. റിസ്റ്റ് തെറാപ്പി സാറ് ചെയ്യുന്ന ഒരു കാര്യമാണ്, പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്താണ് റിസ്റ്റ് തെറാപ്പി? റിസ്റ്റ് തെറാപ്പി സത്യത്തിൽ ആരും ചെയ്തിട്ടൊന്നുമില്ലാന്ന് എനിക്ക് ഇതുവരെ എൻ്റെ അറിവ്, വേറെ ആരും ചെയ്തിട്ടില്ലാത്തൊരു സംഗതിയാണ്. വ്യക്തികളുടെ കൈ പിടിച്ചിട്ട് കൈത്തണ്ടയിൽ വിരൽ വെച്ച് കൈത്തണ്ടയിൽ നിന്ന് വ്യക്തികളുടെ പൾസ് മനസ്സിലാക്കി അവരുടെ ശരീരത്തിലുള്ള നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് വലിച്ച് പുറത്തേക്ക് കളയുന്ന ഒരു തെറാപ്പി സിസ്റ്റമാണ് റിസ്റ്റ് തെറാപ്പി. അത് കൈ നമ്മൾ പിടിച്ചിട്ട് അപ്പം നമ്മുടെ വേസ്റ്റ് കംപ്ലീറ്റ് അടിഞ്ഞു. റീസൈക്കിൾ ബിൻ കേട്ടില്ലേ കമ്പ്യൂട്ടറിൻ്റെ റീസൈക്കിൾ ബിന്നിൽ വേസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ സിസ്റ്റം ഹാങ് ആവും. അതുപോലെ നമ്മുടെ വലത്ത് കൈത്തണ്ടയിലാണ് എല്ലാ വേസ്റ്റും അടിഞ്ഞുകൂടുന്നതെന്നാണ്, മൈന്യൂട്ടായിട്ടുള്ള വേസ്റ്റുകൾ മുഴുവൻ അടിഞ്ഞുകൂടുന്നത് വലത്തെ കൈത്തണ്ടയിലാണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇതൊരു ഈ സാധനം ഇങ്ങനെ വലിച്ച് പുറത്തേക്ക് കളഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ ചാലൊക്കെ കണ്ടില്ലേ, വെള്ളം പോണ സാധനം കെട്ടി വെച്ചിരിക്കുന്ന സാധനം കംപ്ലീറ്റ് അടുത്തേക്ക് ഒരു 3 മണിക്കൂറിനുള്ളിൽ വ്യക്തി ഒരു വിധം ക്യൂറാവും. അവർ ചിലപ്പോൾ മുട്ടുവേദന കുറേ കാലമായിട്ടുള്ളതൊക്കെയോ ഒക്കെ പോയിട്ടുണ്ടാവും. ഒരു 3 മണിക്കൂറിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അപ്പം ഞാൻ പാറ്റൻ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണത് റിസ്റ്റ് തെറാപ്പി. അത് എത്ര വലിയ വേദനയെ നമുക്കതിൽ കൂടെ ഇല്ലാണ്ടാക്കാൻ പറ്റും. അതായത് സ്കാൻ ചെയ്തിട്ടും കാരണം മനസ്സിലാവാത്ത ചില വേദനകൾ. ആ സമയം ഒപ്പം നമ്മൾ സൈക്കോതെറാപ്പിയും ഹിപ്നോതെറാപ്പിയും ചെയ്യുന്നു മാത്രം. കണ്ണിലേക്ക് നോക്കിയിരുന്നിട്ട് ഈ സമയം നമ്മൾ ചിലപ്പോൾ മ്യൂസിക് തെറാപ്പി അടക്കം ചെയ്യും. മ്യൂസിക് ഇഷ്ടമുള്ള ആളാണെങ്കിൽ നമ്മൾ ഈ കൈ തള്ളവിരലുണ്ട് അങ്ങനെ പതുക്കെ ഇവിടുന്ന് ഇങ്ങനെ വലിച്ച് നടുവിരലിൽ കൂടെ പുറത്തേക്ക് കളയുന്ന ഒരു സിസ്റ്റമാണ് റിസ്റ്റ് തെറാപ്പി എന്ന് പറയുന്നത്. ഇപ്പം ഇങ്ങനെ ഞെക്കിൻ്റെ ആണെങ്കിൽ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോകണത് എക്സാമ്പിളാണ്. ഇപ്പം നമ്മൾ തന്നെ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണല്ലോ. അക്യുപങ്ക്ചറിനൊക്കെ കേട്ടിട്ടില്ലേ, അതിൻ്റെ കുറച്ച് മൂർത്ത രൂപം. അക്യുപങ്ക്ചർ ഇവിടെ സൂചി കൊണ്ടൊക്കെ ചെന്ന് കുത്തി ഉണർത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഉണർത്തല്ല ചെയ്യണേ, ആവശ്യമില്ലാത്ത സാധനം നമ്മൾ പുറത്തേക്ക് കളയണം. ഇവിടെ ഒരുപാട് വേസ്റ്റ് അടിഞ്ഞു കൂടുന്നുണ്ട് ശരീരത്തിൽ, കൊളസ്ട്രോളും ഒക്കെ. നമ്മുടെ ഭക്ഷണത്തിനൊരു ഓർഡറിലേക്കാണ് പ്രശ്നം. പിന്നെ നമുക്ക് എപ്പോഴും മനുഷ്യനെപ്പോഴും നെഗറ്റീവ് കേൾക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ഈ നെഗറ്റീവ് കേൾക്കാൻ റോട്ടിലൊരു അടി നടക്കണമെങ്കിൽ അത് കാണാനുള്ള ടെൻഡൻസി ഇല്ലാണ്ടാക്കാനുള്ള ടെൻഡൻസി വളരെ കുറച്ച് ആൾക്കാർക്കേ ഉള്ളൂ. അപ്പോൾ ഈ ടെൻഡൻസിയൊക്കെ അകത്ത് കയറി കിടക്കുമ്പോൾ വേസ്റ്റായി മാറുകയാണ് ചെയ്യുന്നത്. ഈ വേസ്റ്റൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കുറേശ്ശെ മനസ്സ് സ്വീകരിക്കാനുള്ള ശരീരത്തിലേക്ക് വരും. ആ വന്ന് അടിഞ്ഞു പോകുന്നത് ഈ വലത് കൈത്തണ്ടയിലാണ് അവസാനം വന്ന് നിൽക്കാന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചത്. അപ്പം എന്നിട്ട് അത് തുറന്ന് വിട്ട് കഴിഞ്ഞാൽ ബോഡി ഫ്രീ ആവണത് കുറേ ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് റിസ്റ്റ് തെറാപ്പി. അതിൻ്റെ ഒപ്പം കോസ്മിക് റേസ് വാസിലേഷൻ ഹീലിംഗ് എന്നുള്ള സംഭവം കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. കോസ്മിക് റേസ് വാസിലേഷൻ ഹീലിംഗ് പ്രാപഞ്ചിക ഊർജ്ജത്തെ രൂപമാറ്റം ചെയ്ത് ബോഡിയിലേക്ക് എൻട്രി ചെയ്തിട്ട് അയാളുടെ ശരീരത്തിലേക്ക് ഈ പ്രാപഞ്ചിക ഊർജ്ജം എൻട്രി ചെയ്യിക്കുന്നത് അയാളെ ഫീൽ ചെയ്യിച്ചുകൊണ്ട് അയാളുടെ രോഗാവസ്ഥ മാറ്റുന്നു. പറഞ്ഞാൽ ആരാണോ ഏത് വ്യക്തിയാണോ പ്രധാനമായി പറഞ്ഞ കോൺഫിഡൻസിൻ്റെ ലെവൽ ഹൈ ആക്കുന്നു. ആ രോഗത്തിന് നേരത്തെ പറഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു രോഗം അവസ്ഥയാണ്, രോഗമല്ല. രോഗം വന്നാൽ ചത്തുപോകും. രോഗാവസ്ഥകളുള്ളത് ഈ അവസ്ഥയെ മാറ്റുകയാണെന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ലക്ഷണങ്ങളല്ല, രോഗ അവസ്ഥകളെ. ലക്ഷണം വേറെ, ഇതൊരവസ്ഥയാണ്. എനിക്ക് കോൾഡ് ഉണ്ട്, അതൊരവസ്ഥയാണ്. കുറച്ച് കഴിഞ്ഞാൽ മാറില്ല. അത് അവസ്ഥകളെ മാറുള്ളൂ. രോഗമാണെങ്കിൽ മാറില്ല, മരിക്കുള്ളൂ. നല്ലോണം ആലോചിച്ച് കഴിഞ്ഞാൽ ശരിയാണെന്ന് പറയേണ്ടി വരും. ചില രോഗം വന്നാൽ മരിക്കുക, രോഗം മറ്റേതൊക്കെ രോഗാവസ്ഥകളാണ്. പിന്നെ ലക്ഷണങ്ങളും ഉണ്ട്, നേരത്തെ പറഞ്ഞാണ് സിംറ്റംസ് അതുണ്ട്. പക്ഷേ ഇത് നമുക്ക് അതൊരു രോഗാവസ്ഥയാണ്. രോഗം ഉണ്ടെന്ന് പറയാൻ ഞാൻ സമ്മതിക്കാറില്ല ആരെയും. കാരണം മനസ്സ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, അബോധ മനസ്സ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു, പിന്നെ അയാൾ രോഗിയായി. അതാ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഷുഗർ അറിഞ്ഞതിന് ശേഷം കൂടാറുള്ളൂ, അതുവരെ മാനേജ് ചെയ്ത് പോകും. അറിഞ്ഞ് കഴിഞ്ഞത് മനസ്സ് ഏറ്റെടുത്തിട്ട് ഞാൻ ഷുഗറുള്ള ആളായിരിക്കും, അത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല, കുറേ പ്രശ്നമാണ്. ഈ ഷുഗറൊക്കെ എന്നൊക്കെയായിട്ട് ഇല്ലാണ്ടാക്കാൻ ചെറിയ ട്രിക്കുകൾ, മോള് നേരത്തെ പറഞ്ഞ ഏതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞില്ല ട്രിക്കിനെ കുറിച്ച്. ചെറിയ ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് ഈ ഷുഗറൊക്കെ ഇല്ലാണ്ടാക്കാൻ പറ്റും. റിസ്റ്റ് തെറാപ്പിയുടെ ചെറിയൊരു പോർഷൻ കൂടിയാണത്. നമ്മൾ ഈ നടുവിരലിന് കുറച്ച് പ്രാധാന്യമുണ്ട്.
അത് വലത് കൈ. ആധുനിക ലോകത്തിന് നടുവരൽ കാണിക്കുക, കളിക്ക് ചുറ്റും തെറി പറഞ്ഞിട്ടൊക്കെയാണ് കളിക്കുക. പക്ഷേ നടുവരലിന് ഭയങ്കര രണ്ട് കൈൻ്റെയും കാരണം നമ്മൾ വലത് കൈയാണ് പിടിക്കുന്നത്. കാരണം വെച്ചാൽ ഈ ഇടത്തെ കൈ എന്നുള്ള സാധനത്തെ ഒഴുകി പുറത്തേക്ക് പോകാനുള്ള റൂട്ടും കൂടിയാണ്, ചാനലാണത്. 5 തരം വായു ഉണ്ടല്ലോ ശരീരത്തിൽ. 5 തരം വായുവിൻ്റെ കൺട്രോളിങ് പോയിന്റ് വിരലിലാണ് നിൽക്കുന്നത്. നിങ്ങൾ പുരാണത്തിലും ക്രൈസ്റ്റിനെടുത്താലും മറ്റുള്ള ആൾക്കാരെടുത്താലൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കണതാണ്. ഈ വിരൽത്തുമ്പോണ്ടുള്ള മുദ്രകൾ കാണിക്കുന്നത് വിരൽത്തുമ്പോണ്ടുള്ള സന്തോഷ് പണ്ഡിറ്റും കാണിക്കുന്നത് ഇങ്ങനെ, അത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ ഈ ചൂണ്ടുവിരലും തള്ളവിരലിൻ്റെയും തുമ്പ് കൂട്ടിമുട്ടുമ്പോൾ ഒരു വായുവിൻ്റെ പ്രവാഹം വ്യാനനാണോ പ്രാണനാണോ അപാനനാണോ നടക്കണമെന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അറിയും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഫ്രീ ആവില്ല, നമ്മൾ നോർമലി ഫ്രീ ആവും. അപ്പോൾ ഇതിന് നമ്മൾ റിസ്റ്റ് തെറാപ്പി എന്ന് ഞാൻ പേരിട്ടിരിക്കണം. അതുകൊണ്ട് ചെയ്യുന്നത് ബോഡി മൊത്തം ഫ്രീ ആക്കലാണ്. കൈത്തണ്ട മാത്രം ഉപയോഗിച്ച് ബോഡി മൊത്തം ഫ്രീ ആക്കും, മനസ്സും കൂട്ടത്തിൽ. അതാണ് സൊല്യൂഷനാണ് ശരിക്കും. അപ്പം അതിന് പാറ്റന്റ് എടുക്കാനായിട്ട് ശ്രമം നടക്കണം. കുറച്ച് നാൾ കഴിഞ്ഞാൽ പാറ്റന്റ് എടുക്കും. ഇത് ഈ ഒരു റിസ്റ്റ് തെറാപ്പി വെച്ച് നമുക്ക് കുറേ അസുഖങ്ങൾ അതായത് ത്വക്ക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊന്നും മാറ്റാൻ പറ്റില്ല. മീൻസ് പാണ്ഡുരോഗമോ അങ്ങനെയുള്ള സംഗതികളൊക്കെ മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അത് ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. മറ്റേ ഇത് ഞാനല്ല ചെയ്യുന്ന, അവരുടെ കോപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. വ്യക്തികളുടെ കോപ്പറേഷൻ ചെയ്യേണ്ടത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു കഴിയുമ്പം ഒരു വിഭാഗം ആളുകൾ ഇതിനൊരു പ്രതിവാദമായിട്ട് വരും. മരുന്ന് വേണ്ടേ, അല്ലാതെ മരുന്നില്ലാതെ നമുക്കൊരു രോഗം മാറ്റാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു രോഗം മാറ്റാൻ, രോഗാവസ്ഥകളാണ് അതിനെ മാറ്റാൻ. നമുക്ക് മനസ്സാണ് ഈ രോഗങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത്. ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ്, അത് തമ്മിലുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു വ്യത്യാസം, രോഗവും അവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കാം. രോഗത്തിന് സ്ഥായിത്വമുണ്ട്, അവസ്ഥകൾക്ക് സ്ഥായിത്വമില്ല. രോഗം ഇല്ലാതാവുകയാണ് ചെയ്യേണ്ടത്, മാറുകയല്ല ചെയ്യേണ്ടത്. അവസ്ഥയാണ് മാറണത്. പാരസെറ്റമോൾ കഴിച്ചു കഴിഞ്ഞാൽ പനി മാറുകയാണ് ചെയ്യണത്. പനി അവിടെ തന്നെ കിടക്കുന്നുണ്ട്, സ്ഥലം മാറുക ചെയ്യണേ, അടിച്ചമർത്തല്ലേ ചെയ്യണേ. അപ്പോൾ ഇവിടെ പനി രോഗമല്ല, അതൊരു സ്റ്റേജ് ഓഫ് വാട്ടറാണ് ശരിക്കും. ബോഡിയിലുള്ള വെള്ളത്തിൻ്റെ ഒരു പ്രത്യേക സ്റ്റേജിലായി അത് കഫായി അങ്ങനെ രൂപാന്തരപ്പെട്ട് ശരീരത്തിൻ്റെ ചില സാധനങ്ങളെ തടയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സംഗതികൾ, ഊഷ്മാവിൻ്റെ വ്യത്യാസം, ക്രമീകരണം, അതിൻ്റെ വ്യത്യാസമൊക്കെ നടക്കുമ്പോഴാണ് ഉണ്ടാവണ ഈ സംഗതി. രോഗം അതല്ലല്ലോ. പണ്ട് വസൂരി വന്നു മരിച്ചു എന്നാ കേൾക്കുക. വസൂരി ഒന്നും പിന്നെ കൊണ്ട് ചികിത്സ ഉണ്ടായിട്ടില്ലല്ലോ ആ സമയത്തൊന്നും. തടയാളെ ചികിത്സയുള്ളൂ, വരാതിരിക്കാനുള്ള സ്ഥാനം. വന്നു കഴിഞ്ഞാൽ രക്ഷയില്ല. അങ്ങനെയാണ്. ഇപ്പോൾ ക്യാൻസറിന് വരെ ചികിത്സ കണ്ടെത്തി തുടങ്ങി. ക്യാൻസർ അപ്പോൾ രോഗമല്ലാണ്ടായി തുടങ്ങിയ സാരം, ഒരവസ്ഥയായി മാറി തുടങ്ങിയ സാരം. അലോപ്പതിയിലൊക്കെ ചികിത്സ കണ്ടെത്തിയെന്ന് തോന്നുന്നു ക്യാൻസറിന്. അല്ലാത്തതുകൊണ്ട് എല്ലാ ചികിത്സകളും ഉണ്ട്. നമുക്കെന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിയുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യലാണ് ഇതിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം തന്നെ നമ്മൾ വായുവിൻ്റെ ക്രമീകരണം ക്ലിയർ ആക്കണം, കെട്ടിക്കിടക്കണേ കളയണം. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് രോഗാവസ്ഥ ഇല്ലാണ്ടാക്കുന്നു, രോഗത്തിനെ ഇല്ലാണ്ടാക്കുന്നു, രോഗാവസ്ഥയെ മാറ്റുന്നു. വ്യക്തമായിട്ട് പറയാം. എത്ര ദിവസങ്ങൾ കൊണ്ടൊക്കെ ഇത് നമുക്ക് സാധ്യമാകും? എൻ്റെ ഭാഷയിൽ എൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ റേഞ്ച് അനുസരിച്ച് 3 മണിക്കൂറാണ്. 3 മണിക്കൂറാണ് കംപ്ലീറ്റ്ലി ത്രൂ ഔട്ട്. അതായത് ഒരു രോഗാവസ്ഥ, ഒരു രോഗത്തിൻ്റെ അവസ്ഥ ഈ 3 മണിക്കൂർ കൊണ്ട് മാറ്റാൻ പറ്റും. കോപ്പറേറ്റ് ചെയ്യണം വ്യക്തി കോപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇയാളുടെ മനസ്സ് നമുക്ക് ആ നേരത്ത് വേറെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആണെങ്കിൽ പണിയാം. കാരണം ആ സമയത്ത് അവിടെ അത് ചെയ്യണം, 5 മണിക്ക് ഇത് ചെയ്യണം, 10 മണിക്ക് ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അറ്റൻഷൻ വേണം. അറ്റൻഷൻ ഇങ്ങോട്ട് വേണം. അത് നമ്മൾ അയാൾക്ക് ആഗ്രഹം വേണമല്ലോ. നമ്മൾ എന്നെ പരീക്ഷിക്കാനായിട്ട് വരേണ്ട കാര്യമില്ലല്ലോ. അപ്പം എന്താ വെച്ചാൽ അത്രയും സമയം കൂടുതൽ എടുക്കും, അത്രേ ഉള്ളൂ. ചില കാര്യങ്ങൾ ചിലപ്പോൾ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടി വരും. അതായത് ഒരു രൂപാന്തരപ്പെട്ട് പൂർണ്ണമാവാൻ എടുക്കുന്ന സമയമാണ് 21 ദിവസം. ആയുർവേദ ചികിത്സകൾക്കൊക്കെ 21 ദിവസം എടുക്കില്ല. അല്ലെങ്കിൽ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അപ്പോഴേക്കും ബോഡി ലൂസായിട്ടുണ്ടാവും, സുഖം അറിയും. അതായത് അസുഖം പോവും, സുഖം അറിയും. അതൊരു സുഖം തന്നെയല്ലേ ശരിക്കും. മുമ്പൊക്കെ വിശപ്പായിരുന്നു ഭയങ്കര പ്രശ്നമായിട്ടുള്ളതായിരുന്നു. ഇപ്പം വിശപ്പില്ലായാണ്. വിശപ്പ് പൂർണ്ണമായിട്ട് വന്നു കഴിഞ്ഞാൽ അയാൾ നല്ല ഹാപ്പിയാണ്. ഇപ്പോൾ ആലോചിച്ച് നോക്കുക, ശരിയാണോ? ഇപ്പം എനിക്ക് വിശക്കുന്നുണ്ട് കേട്ടോ. നോർമലായി ഞാൻ വിശക്കായികയല്ലേ അബ്നോർമൽ സ്റ്റേജ്. പണ്ട് ഈ വിശക്കണതിനായിരുന്നു നമ്മൾ മരുന്ന് കണ്ടെത്താൻ അന്വേഷിച്ചിരുന്നത്. ഇലയൊക്കെ തപ്പി നടന്നിരുന്നത്. അതും യോദ്ധ സിനിമയിലുണ്ട്, ഒരു ഇല കഴിച്ചിട്ട് ഒരു ദിവസം കടന്നു പോകുന്നത്. ജീവകം എന്നാണ് ഇലയുടെ പേരുന്ന് കേട്ടത്. ജീവകം വൈറ്റമിൻ. ഒരില കഴിച്ചാൽ മതി ഒരു ദിവസം. ഇലയുണ്ട്. അത് അവിടുത്തെ ഇല വേറെ. ഞാനിവിടെ കണ്ടെത്തി എനിക്കൊരു മൂത്താശാരി എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് കഴിച്ചിട്ട് അന്ന് എനിക്ക് 6 മണിക്കൂർ നേരത്തേക്ക് വിശന്നിട്ടില്ല.
എനർജി കുറവും വന്നിട്ടില്ല. അവിടെ കാണാം മാട്ടങ്ങളിൽ കാണാം, അതിലുമല്ല മാട്ടമില്ലേ മണ്ണുകൊണ്ട് കെട്ടിയിട്ട് അവിടെ കാണാം തണ്ടായിട്ടുള്ളൊരു ഇല. അത് കഴിച്ചാൽ ഒരു 6 മണിക്കൂർ നേരത്തേക്ക് വിശക്കില്ല. ഒരില കഴിച്ചാൽ മതി. ഞാൻ പരീക്ഷിച്ചതാണത്. സിനിമയിൽ കാണുമ്പോൾ വിചാരിക്കും അതൊരു ഇല്ലില്ല, അവർ വേറെ അവിടുത്തെ ലാമകളുടെ ഭക്ഷണത്തിൻ്റെ ഒരു ചെറിയ രീതിയാണ് ഒരു ഇല ഉപയോഗിക്കുന്നത്. ഇവിടെ ജീവകം എന്നാണ് ഈ ഇലയ്ക്ക് പേരെന്ന് എന്നോട് ഒരു മൂത്താശാരി എന്നോട് പറഞ്ഞു തന്നിട്ട് ഞാനത് കഴിച്ചു നോക്കാൻ പറഞ്ഞു എന്നോട്. എനിക്ക് ആളെ വിശ്വാസമായിരുന്നു. ഞാൻ കഴിച്ചു, ചത്തുപോകാൻ വേണമെങ്കിലേ അതും ആവാലോ. ഞാൻ കഴിച്ചു. എൻ്റെ എനിക്ക് ക്ഷീണം ഉണ്ടായിട്ടില്ല. ഒരു 6 മണിക്കൂർ നേരത്തേക്ക് വിശപ്പും ഉണ്ടായിട്ടില്ല, ക്ഷീണം ഉണ്ടായിട്ടില്ല. എനിക്ക് അത്ഭുതം, ചെറിയ രീതിയിലൊരു അത്ഭുതം വന്നിരുന്നു. പക്ഷെ അത്ഭുതപ്പെടേണ്ട ഇവിടെ ഉണ്ട് അതൊക്കെ. ഇതൊരു പുതിയ അറിവാണ്. നന്ദി സർ. നന്ദി. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്.